ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഓണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതും ഈസി ആയിട്ടുള്ള 5 റെസിപ്പീസാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര വരട്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ശർക്കര വരട്ടിക്കായിട്ട് ഞാനിവിടെ 2 നേന്ത്രക്കായാണ് എടുക്കുന്നത്. അതിനുശേഷം നേന്ത്രക്ക കറുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞളിട്ട വെള്ളത്തിൽ കുറച്ചേരം ഇട്ട് വെക്കാം. നേന്ത്രക്കായ 2ആയിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ സ്ലാൻഡിങ് ആയിട്ട് വെട്ടിയെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേന്ത്രക്കായ ഒരു ടവലിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നേന്ത്രക്കായ ആഡ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മീഡിയത്തിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിം ഇട്ടില്ലെങ്കിൽ കായയുടെ അകം നന്നായിട്ട് വേഗത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കിലുങ്ങുന്ന ശബ്ദം കേൾക്കും. അപ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് കുക്കായി നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ക്രിസ്പി ആണോ എന്നൊന്ന് പൊട്ടിച്ച് നോക്കിയാലും മതി. ഇനി നേന്ത്രക്കായ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഓർഗാനിക് ശർക്കര പൊടിയാണ് എടുക്കുന്നത്. 1 കപ്പ് വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും വലിയ 2 സ്പൂൺ ശർക്കര ആഡ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട് 1/4 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ശർക്കര പാൻ ഇതേപോലെ ഒന്ന് ഒട്ടുന്ന പോലെ തോന്നുമ്പോഴത്തേക്കും നമുക്ക് നേന്ത്രക്കായ ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം 1 സ്പൂൺ ചുക്കുപൊടിയും ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്യാം. 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അരിപ്പൊടി ആഡ് ചെയ്യാം. ചക്കര വരട്ടി വിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ആഡ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിയൊക്കെ കൊട്ടിയെടുത്ത് സെർവ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഉപ്പേരി പ്രിപ്പയർ ചെയ്യാം. ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലൊരു സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് വട്ടത്തിൽ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നേന്ത്രക്കായ ഇതേപോലെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കാം. നേന്ത്രക്കായ ഒന്ന് ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റണം. ഇതേപോലെ കുറച്ച് ഉപ്പ് വെള്ളവും കൂടെ ഉപ്പേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇനി ഇഞ്ചി കറി. ഇവിടെ ഞാൻ 200 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ ചെറിയ പീസസ് ആയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സറിലിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങ വറുത്തരച്ച ഇഞ്ചി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പുളിക്കായിട്ട് ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 ചെറിയ കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില. തേങ്ങ മൂപ്പിക്കാനായിട്ട് എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും ഉലുവയും വറ്റൽമുളകും പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിച്ച തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്യാം.
ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പൊടിച്ച ഇഞ്ചി ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കായവും ഉലുവാപ്പൊടി ആഡ് ചെയ്യാം. ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് 2 ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടും. ഇനി മാങ്ങാച്ചാറാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ 4 മാങ്ങ കഴുകി നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് പിക്കിൾ റെഡിയാക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം 1/4 സ്പൂൺ മഞ്ഞൾ, ഒരു വലിയ 1.5 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉലുവാപ്പൊടിയും കായപ്പൊടിയും. മാങ്ങ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി മാങ്ങയുടെ പുളി അനുസരിച്ച് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാങ്ങ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡിയായി. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ കറി നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തോല് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നല്ലെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്തൊന്ന് സോട്ട് ചെയ്യാം. കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത നാരങ്ങ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നാരങ്ങ ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും 1/4 സ്പൂൺ മഞ്ഞൾ, വലിയ 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് കായവും ഉലുവയും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വിനാഗിരി ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ നാരങ്ങയിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർക്കുക. നാരങ്ങ അച്ചാർ ഒരു കറി രൂപത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. പുളി ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ശർക്കര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാറും റെഡി ആയിട്ടുണ്ട്. ഓരോ റെസിപ്പിയും സെപ്പറേറ്റ് വീഡിയോ ആക്കുന്നതിന് പകരമായിട്ടാണ് ഞാനിവിടെ എല്ലാ റെസിപ്പിയും 1 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് ഈ 5 ഡിഷസും എല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും ഓണം ആഘോഷിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇതേപോലുള്ള ചെറിയ കറികളൊക്കെ എല്ലാവരും വീട്ടിൽ വെക്കുക. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.